സ്വന്തം അച്ഛനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ 28ാമത്തെ വയസ്സിലാണ് എന്നെ കണ്ടത്, പക്ഷേ ഞാൻ ജനിച്ചപ്പം മുതൽ നിങ്ങളെ കാണുന്നതാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അത് സ്ക്രിപ്റ്റഡ് ആണോ അത് എങ്ങനെയാണോ അത് വന്നതെന്നറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല, ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയേണ്ട ഒരു കാര്യമുണ്ട്. ജോസേട്ടൻ പറഞ്ഞു കുറച്ച് മതിയെന്ന്. അതെ, കുറച്ച്. കാരണം ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത് വേറെ രീതിയിൽ കമൽ സാറാണ്. കമൽ സാറൻ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിബി സാറ് കലവൂർ രവികുമാറിനെ വെച്ചിട്ട് സാറ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ സിബി സാർ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ ആ സിനിമ സ്വല്പം വൈകും, ഞാൻ ഈ സിനിമയിൽ ഇല്ലാതെ പറഞ്ഞാൽ ഈ സിനിമ ഉണ്ടാവും, എനിക്ക് ആ സിനിമ പോകും. അപ്പോൾ കമൽ സാർ പറഞ്ഞു, നീ ആ സിനിമ പോയി ചെയ്തോ വേഗം. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇതിൽ വന്നിട്ട് എസ് പറയുന്നത്. ശരിക്കും അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ പക്ഷെ അതിൽ സിനിമയിൽ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അച്ഛൻ്റെ കഥാപാത്രമായിട്ട് ഒരുപാട് സാമ്യം വേണുട്ടൻ്റെ ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ സിബി സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ, സാർ അത് ഉപയോഗിച്ചോ, അത് ഇട്ടോ, അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രീഡത്തോടു കൂടിയാണ് ഞാൻ സിബി സാറിൻ്റെ കൂടെ ഭയങ്കര കംഫർട്ട് സോണിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാവും. കാരണം ദിലീപേട്ടൻ എവിടെ ഇരുന്നാലും എങ്ങനെ ചിരിപ്പിക്കാം, എങ്ങനെ ഒരു കോമഡി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്. മറ്റുള്ളവർ എങ്ങനെ ചിരിപ്പിക്കാം. നല്ല ഭാവിക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ബി എ ഗ്ലോബൽ സിറ്റിസൺ.